ഹായ് ഓൾ, വെൽക്കം ടു എജു ഇൻസൈറ്റ് PSC. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിനിൽ വന്നതാണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറൂഖ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറൈൻ ഡ്രൈവ്, കൊച്ചി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല എറണാകുളം. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര, കൊല്ലം. കെ-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. സംസ്ഥാനത്താദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയിൻകീഴ് ഗ്രാമപഞ്ചായത്ത്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓർമ്മത്തോണി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയനാമം അഗസ്ത്യഗാമ എഡ്ജ്. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024ന്റെ വേദി തൃശ്ശൂർ. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ നിയമസഭ കേരളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാനത്ത് വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേര് കുറുമാട്ടി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനമൊരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി K-ലിഫ്റ്റ് 24. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തള്ളൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട്, കോഴിക്കോട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്ട്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27-ന് ആഘോഷിച്ചത്? ലക്ഷ്മി N. മേനോൻ. 2024 ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികൾ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇടം എന്ന പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത എന്ന നേട്ടം കൈവരിച്ചത്. ഇടം ഫുൾ ഫോം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ.